ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, പലപ്പോഴും ഞാൻ ഈ സഹ്യോൻ അഭിഷേകത്തിൻ്റെ കൂടാരത്തിൽ വരാറുണ്ടെങ്കിലും സാധാരണ കുമ്പസാരക്കൂട്ടിൽ എൻ്റെ യാത്ര അവസാനിക്കാറാണ് പതിവ്. എന്നെ കഴിഞ്ഞ ആഴ്ചയാണ് ഷൈജു അച്ഛൻ വിളിച്ചത്. ഞാൻ വിചാരിച്ചു എന്തു പറ്റി. സാധാരണ എന്നെ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ ഒരു സ്റ്റെപ്പിനി ആവശ്യമുണ്ട്. പക്ഷെ നമുക്കൊരുപാട് സന്തോഷമുണ്ട്. സ്റ്റെപ്പിനി ആയിട്ടാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ കൂടെ കർത്താവിൻ്റെ ശ്രേഷ്ഠമായി ബലിയർപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നൊരു വചനപ്രഘോഷകനാണ് ബോബി ജോസ്. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ എന്നോട് എന്ന പോലെ പറഞ്ഞു, സുവിശേഷം എന്ന് പറയുന്നത് ശ്രോതാക്കളുടെ മനസ്സിനെ ബലപ്പെടുത്തുന്ന ഒന്നാണ്. സുവിശേഷം കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് ഏറ്റവും അകലെ പോയവനും അവൻ്റെ മനസ്സിലൊരു പ്രത്യാശ ഉണ്ടാവും, ഞാനും രക്ഷപ്പെടും. അതുകൊണ്ടാവണം അപ്പസ്തോലന്മാരോട് പറഞ്ഞത്, നിങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ പറയണം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ആരോടാണ് പറയുന്നത്? സ്വർഗരാജ്യത്തിൻ്റെ യാതൊരു അനുഭവവും ഇല്ലാത്ത ഒരു സമൂഹത്തോട്, ഒരു വ്യക്തിയോട്, ഒരു കുടുംബത്തോട് നീ ഇങ്ങനെ പറയണം, നീ ദൈവരാജ്യത്തിൽ നിന്നും അകലെയല്ല. ഇനി നാട്ടുകാരും പറയുന്നില്ലെങ്കിലും വചന പ്രഘോഷകർ പറയുന്നില്ലെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, ഞാനത്ര മോശമല്ല. സ്വർഗരാജ്യം എൻ്റെ തൊട്ടരികിലുണ്ട്. സ്വർഗരാജ്യത്തിൻ്റെ ചലനം എൻ്റെ കാതുകൾക്ക് കേൾക്കാം. ഒരു മൃദുസ്വരം പോലെ സ്വർഗരാജ്യം നിങ്ങളുടെ എല്ലാം പിറകിലുണ്ട്. പണ്ടൊരമ്മ കുഞ്ഞിനെ LKG സ്കൂളിൻ്റെ അഡ്മിഷന് വേണ്ടിയുള്ള പരീക്ഷയ്ക്ക് ഒരുക്കുവാണ്. തൊട്ടപ്പുറത്ത് കൊമ്പം മീശയുള്ള അപ്പൻ ഭർത്താവ് ഇരിപ്പുണ്ട്. പുള്ളിയുടെ ഇരിപ്പ് കണ്ടാൽ നിങ്ങളുടെ ഇരിപ്പ് പോലെയാണ്. എന്തോ എല്ലാം ഇയാളുടെ തലയിലൂടെയാണ് പോകുന്നത്. പക്ഷെ കാര്യം നടക്കണമെങ്കിൽ നമ്മുടെ അമ്മമാര് കഷ്ടപ്പെടണം. ഈ കുഞ്ഞിനെ 101 ചോദ്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ച് ഇടയിൽ കൊച്ചു പഠിച്ചോ എന്നറിയുന്നതിന് വേണ്ടി അമ്മ കുഞ്ഞിനോട് ചോദിച്ചു, എൻ്റെ കുഞ്ഞെ, കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? ഉടനെ കൊമ്പം വീശക്കാരൻ ശ്രദ്ധയോടെ കൊച്ചെന്നാ പറയുന്നത് കേൾക്കാൻ വേണ്ടി കാതോർത്തു. കൊച്ചു വളരെ ആത്മാർത്ഥതയോടെ വലിയ കോൺഫിഡൻസോടുകൂടി പറഞ്ഞു, കേരളത്തിൻ്റെ തലസ്ഥാനം കൊച്ചിയാണ്. ഇത് കേൾക്കേണ്ട താമസം ഈ അമ്മ കുഞ്ഞിനെ വാരിപ്പുണർന്നു, എൻ്റെ ചക്കരക്കുട്ടൻ. ഇത് കേട്ട് കൊമ്പം വീശക്കാരന് മര്യാദയ്ക്ക് പറ്റുന്നില്ല. അയാൾ പൊട്ടിത്തെറിച്ചു, നിന്നോട് ആരാടി പറഞ്ഞത് കേരളത്തിൻ്റെ തലസ്ഥാനം കൊച്ചിയാണെന്ന്? അപ്പോൾ ഭാര്യ പറഞ്ഞു, അമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ മിണ്ടാണ്ടിരിക്ക്, മനസമാധാനത്തോടെ ഇരിക്ക്, ഞാനിത് പരിഹരിച്ചോളാം. ഇന്നലെ വരെ ഇവൻ പറഞ്ഞത് കോഴിക്കോടാണ്, ഇപ്പൊ കൊച്ചിയിലെത്തി. ഞാൻ എങ്ങനെയെങ്കിലും ഇവനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയിക്കോളാം. പലപ്പോഴും ദൈവം ഈ അമ്മയെപ്പോലെ കാർക്കശ്യത്തോടെ പ്രസംഗിക്കുന്നവരോട് ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങളായിട്ട് തടസ്സപ്പെടുത്തരുത്. ഈ ജനം ഈ ഒരു ആത്മീയ കൂടാരത്തിൻ്റെ സഹായത്തോടെ ഇപ്പോൾ കൊച്ചിയിലെത്തി. ഏറെ താമസിയാതെ ഇവർ എത്തേണ്ടിടത്തെത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോയെ നന്ദി. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ആരോട് വർത്തമാനം പറഞ്ഞാലും ഈശോയുടെ ഈ മനോഹരമായ അഭിഷേകമുള്ള ഒരു കൽപ്പന ഞാൻ പാലിക്കാറുണ്ട്. എല്ലാവരോടും ഞാൻ പറയും, എന്താണ്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. നിങ്ങൾ ഇച്ചിരൂടെ പോസിറ്റീവ് ആവണം. നിങ്ങളുടെ മുഖം മുഴുവനും വ്യാകുല മാതാവിൻ്റെ ലുക്കാണ്. ഒരു പ്രതീക്ഷയുമില്ലാത്ത ഒരു ലുക്ക്. കുരിശിന് ചുവട്ട് നിൽക്കുമ്പോഴും ഈ അമ്മയുടെ മുഖത്തിന് പ്രകാശമുണ്ടായിരുന്നു. കാരണം അവളിൽ എന്തുണ്ടായിരുന്നു? അവൾ വിശ്വസിച്ചു. അവളോട് മാലാഖ പറഞ്ഞു, കൃപ നിറഞ്ഞവളെ. എന്നിട്ട് മാലാഖ പറയുന്നതാണ് എന്നെ ഏറ്റവും സ്പർശിച്ചത്, കൃപ കണ്ടെത്തിയവളെ. 2 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. 1, കൃപ നിറഞ്ഞുവെന്നുള്ള സുവിശേഷം കേൾക്കണം. 2, നീ കൃപ കൊണ്ട് നിറയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ഈശോയെ നന്ദി.
ഈശോയെ ആരാധന. എന്താണ് കൃപയെന്ന് പറയുന്നത്? യാതൊരു യോഗ്യതയും ഇല്ലാത്തവനെ ദൈവം എന്ത് വിളിച്ചു? നീ എൻ്റേതാണ്. ഏറ്റവും മനുഷ്യ സുഖപ്പെടുന്നൊരു വചനമാണ് ജെറമിയ 31-32 വചനം. അവൻ പറഞ്ഞു, നീ എൻ്റേതും ഞാൻ നിൻ്റേതുമാണ്. നീ എൻ്റേതും ഞാൻ നിൻ്റേതുമാണ്. മനുഷ്യർ ഏറ്റവും അധികം സൗഖ്യപ്പെടുന്നത് അവർ തിരഞ്ഞെടുക്കപ്പെടുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വായിച്ചത്. നാളെയാണ് ഇതിൻ്റെ ഈ തിരുനാളെങ്കിലും ഞാൻ ഇന്ന് വായിക്കാൻ കാരണം, ദൈവം 12 പേരെ തെരഞ്ഞെടുത്തു എന്നുള്ള ഒരു സുവിശേഷം. തെരഞ്ഞെടുത്തത് ആരെയാണ്? കൊറിന്തോസിലെ സഭയില് തൻ്റെ ശ്രോതാക്കളെ നോക്കിക്കൊണ്ട് പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ലോകത്തിൻ്റെ കണക്കനുസരിച്ച്, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ, ലോകത്തിൻ്റെ മാനദണ്ഡത്തിൽ നിങ്ങളിൽ ആരും ബുദ്ധിമാന്മാരല്ല, കുലീനരുമല്ല, ശക്തരുമല്ല. ചില സമയത്ത് ഈ പൗലോസ് എന്നെ നോക്കി സംസാരിക്കുന്നത് പോലെ തോന്നും. ഇതെങ്ങനെ മനസ്സിലായി? എൻ്റെ എല്ലാ സവിശേഷതകളും എങ്ങനെ കണ്ടെത്തിയത്? ബുദ്ധിയില്ല, ഒരു കുലീനതയില്ല, ശക്തിയില്ല. പണ്ടൊരു ചേട്ടൻ പറഞ്ഞു, ആണ്ട പോകുന്നൊരു പിഞ്ചച്ഛന്ന്. എനിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. പിഞ്ചെന്ന് വെച്ചാൽ മൂക്കാത്തത്. അതുകൊണ്ട് ഞാൻ ഷൈജു വെച്ചോട് നിർബന്ധമായിട്ട് പറഞ്ഞു, പറയണം 25 കൊല്ലമായ അച്ഛനാണെന്ന് പറയണം. കാരണം എനിക്ക് ലുക്കില്ല. കാരണം പണ്ടേ എൻ്റെ അമ്മ എന്നെ സാന്തൂർ സോപ്പിട്ട് കുളിപ്പിക്കുമായിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പ്രായം കുറയണമെങ്കിൽ ഇങ്ങനെ പോയാൽ പോരാ. പ്രായം കുറയണമെങ്കിൽ ദൈവകരുണയെ ധ്യാനിക്കണം. ദൈവത്തിന് എന്നോട് സ്നേഹമാണെന്ന് വിശ്വസിക്കണം. എൻ്റേതാണ് ദൈവമെന്നും ദൈവത്തിൻ്റെതാണ് ഞാനെന്നും വിശ്വസിക്കണം. ഏറ്റവും മനോഹരമായ സുവിശേഷം എന്ന് പറയുന്നത്, എവിടെയാണ് ആളുകൾ മാനസാന്തരപ്പെടുന്നത്, എവിടെയാണോ അവരെ എൻ്റേതായി കരുതപ്പെടുന്നത്, അവിടെ മാത്രമേ മാനസാന്തരമുള്ളൂ. പണ്ട് നാട്ടിൽ ഉഴപ്പി നടക്കുന്ന ചേട്ടന്മാരെ കെട്ടിക്കും. അത് പഴയൊരു പഴയൊരു ചിന്തയാണ്. കാരണം ഇതുവരെ എൻ്റേതാണെന്ന് പറയാത്തൊരു ചേട്ടൻ എല്ലാ കൊള്ളരുതായ്മകളിലൂടെ നടന്നു പോയിട്ട് ആദ്യമായി ഒരു മുറിയിൽ ഒരു പെൺകുഞ്ഞ്, ഒരു പെൺകുട്ടി, തന്നെ അറിയുന്ന സ്ത്രീ അവൻ്റെ മുഖത്ത് നോക്കി അവൻ്റെ കാതുകളിൽ ഇങ്ങനെ മന്ത്രിക്കും, ഇനി മുതൽ നീ എൻ്റേതാണ്. ഈ വാക്ക് കേൾക്കുമ്പോൾ മനുഷ്യൻ്റെ അടിമത്തങ്ങളൊക്കെ അവൻ പൊട്ടിച്ചൊറിയും. അതുകൊണ്ടാണ് ദേവാലയങ്ങൾ മാനസാന്തരത്തിനിടങ്ങളായി മാറുന്നത്. അവിടെയാണ് അവൻ കേൾക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെതാണ്, എൻ്റേതാണ് എന്ന്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ എന്ന് ഈ വഴി യാത്ര ചെയ്യുന്നു, അന്നേ രക്ഷപ്പെടൂ. ഞാൻ രക്ഷപ്പെടാൻ തുടങ്ങിയത് എൻ്റെ കുറവുകൾ പരിഗണിക്കാതെ എൻ്റേതാണെന്ന് ദൈവശബ്ദം ഞാൻ കേട്ടു. ഞാൻ 2001 അച്ഛനാകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഇൻവിറ്റേഷൻ കാർഡിൽ കഠിനമായ, കടിച്ചാൽ പൊട്ടാത്ത ഡയലോഗുകൾ എഴുതി വയ്ക്കും. ടു ബി ബ്രോക്കൺ, ടു ബി ഷെയർഡ്. നമ്മളെ കൊണ്ട് പറ്റില്ല. അവിടെ അതൊന്നും എഴുതാനായിട്ട് നമുക്ക് മനസ്സ് തോന്നിയില്ല. അപ്പോൾ എൻ്റെ ബാച്ചിലെ ഒരു അച്ഛനോട് ഞാൻ ചോദിച്ചു, ഞാൻ പ്രിൻസിനോട് ചോദിച്ചു, അന്ന് ബ്രദറാണ്, പ്രിൻസേ, എടാ മോനെ, എനിക്കൊന്ന് എൻ്റെ നാട്ടിൽ കണ്ടാ വരാൻ തോന്നണം, അങ്ങനെ എന്തെങ്കിലും ഒന്ന് എഴുതാവോ, പറഞ്ഞു തരാവോ? അന്ന് പുള്ളി എന്നോട് കാതുകളിൽ ഇങ്ങനെ പറഞ്ഞു, ക്രൈസ്റ്റ് ജീസസ് ഹാസ് മെയ്ഡ് മീ ഹിസ് ഓൺ. കർത്താവായ യേശു എന്നെ സ്വന്തമാക്കി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ശബ്ദം, ഈ സുവിശേഷം എവിടെയൊക്കെ മുഴങ്ങുന്നുണ്ടോ അവിടെ എല്ലാം വലിയ മാനസാന്തരമുണ്ട്. അതുകൊണ്ടാണ് കരുണയുടെ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ മനുഷ്യർ മാനസാന്തരപ്പെടുന്നത്. ദൈവകരുണയുടെ ഒരു ഉറവയാണ് ഈ അൾത്താര. ഈ അൾത്താരയിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് ഈ അൾത്താരയുടെ, ഈ ബലിപീഠത്തിൻ്റെ തെക്കുവശത്തു നിന്ന്, തെറ്റാണെങ്കിൽ അല്ലേ, തെക്കുവശത്തു നിന്ന് പരിശുദ്ധാത്മാവിന് അരുവി ഒഴുകുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ എന്തൊഴുകുന്നു? പിതാവിൻ്റെ സ്നേഹം ഒരു പരിഗണനയുമില്ലാതെ, ഒരു മുൻവിധികളുമില്ലാതെ എല്ലായിടങ്ങളിലേക്കും ഒഴുകും. നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ, പരിശുദ്ധാത്മാവെ നിറയണമെന്ന് പറയുമ്പോൾ ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം
കരുണയില്ലാതെ പാപത്തിൻ്റെ ബന്ധനങ്ങളിലേക്ക് പോയവനെ കരുണയൊഴുക്കി വീണ്ടെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കാലിടറിയിട്ടുണ്ടെങ്കിൽ, നാവിന് പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇതൊന്നും പരിഗണിക്കാതെ മുറിവേറ്റ ഹൃദയത്തിലേക്ക്, മുറിവേറ്റ മനസ്സിലേക്ക് യേശുക്രിസ്തുവിലൂടെ പിതാവിൻ്റെ സ്നേഹമൊഴുക്കി പരിശുദ്ധാത്മാവിൽ നമ്മൾ വീണ്ടും അവൻ വീണ്ടെടുക്കുന്ന ഒരു മനോഹരമായ, ഒരു അത്ഭുതകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാം ഇവിടെ ആയിരിക്കുന്നത്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഭൂമി മുഴുവനും ദൈവകരുണ നിറഞ്ഞിരിക്കുന്നു എന്നുള്ള സങ്കീർത്തന വചനം അത് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. പൗലോസ്ലീഹ എന്നോടും നിന്നോടും പറയുന്നു, നീ ശ്രേഷ്ഠനല്ല, ശ്രേഷ്ഠയല്ല, പക്ഷേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. നമുക്കിങ്ങനെ അവസാനിപ്പിക്കാം. മനുഷ്യർ രക്ഷപ്പെടുന്നത് വിശ്വാസത്താൽ, കൃപയാൽ അത്രേ. മനുഷ്യർ രക്ഷപ്പെടുന്നത് സ്നേഹത്തിലുള്ള വിശ്വാസത്താൽ അത്രേ. നിങ്ങളെ ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. ആ ദൈവത്തെ നമുക്കും സ്നേഹിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നരുൾ ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗ്യങ്ങൾക്കൊത്തവിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന്